കർക്കിടകം പിറന്നാൽ മലബാറിലെ ഗ്രാമങ്ങളിൽ ആടിയും വേടനും കൗതുക കാഴ്ചയാണ്. കർക്കിടകത്തിലെ ആദിയും വ്യാധിയും അകറ്റാൻ കുരുന്നു വേടന്മാരിറങ്ങും. പച്ചവിരിച്ച നെൽപ്പാടങ്ങളിലൂടെ ചെമ്പട്ടണിഞ്ഞു വേടന്മാർ നടന്നു നീങ്ങും. ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിനു പകരം ഈ കുട്ടിത്തെയ്യങ്ങൾ ഓരോ വീടുകളും കയറിയിറങ്ങും. ആടിയും വേടനും വീടുകളിലെത്തിയാൽ ദോഷങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യം വരുമെന്നാണ് വിശ്വാസം. അത് കർക്കിടകത്തിന് മാരി അകറ്റാൻ വേണ്ടിയിട്ട് ഇല്ല ഒരു അവതാരമാണ് ഈ വേടൻ. പല സ്ഥലത്ത് ആടി വേടനുണ്ട്. ഇവിടെ ഈ ഏരിയയിൽ വേടൻ എന്നാണ് പേര്. ആ വേടൻ എന്നാൽ സാക്ഷാൽ ശിവ രൂപമാണ്. പാശുപതാർത്ഥം കിട്ടാൻ വേണ്ടി അർജുനൻ തപസ് ചെയ്യുന്നുണ്ട്. ഒറ്റക്കാലുമേൽ ഇരുന്നിട്ട് അർജുനൻ തപസ് ചെയ്യും. അർജുനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശിവൻ പാർവതിയും വേടനായിട്ട് അർജുനൻ്റെ അടുത്തേക്ക് പോയത്. ആ ഒരു കഥയാണ്. അങ്ങനെ അർജുനനും ശിവനും ഈ ശിവനാണെന്ന് അർജുനൻ തിരിഞ്ഞിട്ടില്ല. വേടനുമായിട്ട് യുദ്ധം ചെയ്തു. ആ യുദ്ധം ചെയ്ത് തമ്മ അടി കഴിഞ്ഞു. അമ്പും വില്ലും എടുത്ത് എറിഞ്ഞു. പയ്യ ഈ അർജുനൻ അടിച്ചു. ആരെ? ശിവൻ്റെ മൂർധാവ് അടിച്ചു. കിരാതനും പിടിച്ചു. പൽഗുരനും അപ്പോൾ അടിച്ചും പിടിച്ചു. കടിച്ചുടൻ ഇടിച്ചു തമ്മിൽ അടിച്ച് കിരാതൻ്റെ ശിരസുമാർ ഉറ്റുകൂട്ടത്തിൽ ലൂക്കുള്ള അടികൊണ്ടുടനെ വിശ്വരൂപം പൂണ്ടു. ആടെ ശിവൻ്റെ രൂപം പൂണ്ടു. നെറ്റിത്തടത്തിൽ ചന്ദ്രക്കലയും തൃജടയും കണ്ട് അറിഞ്ഞു പാർത്തൻ. അയ്യോ ഭഗവാന് തിരുമേനി അറിഞ്ഞതില്ല, അയ്യോ ഭഗവാന് തിരുവേഷം അറിഞ്ഞതില്ല. അടിയൻ ചെയ്തുള്ള പിഴയൊക്കെ പൊറുക്കനാഥ, അടിയൻ ചെയ്തുള്ള വരമൊക്കെ തരിക വേണം. ഈ പാശുപതാർത്ഥത്തിനാണ് ഒറ്റക്കാലുമേൽ അർജുനൻ തപസ് ചെയ്ത്. ആ സ്ഥലം നമ്മളെ കേരളത്തിൽ തന്നെയാണ്. ആ സ്ഥലം കാണാം. അങ്ങനെ കാലിന് വീണ്ടും മാപ്പപേക്ഷിച്ചതിന് ശേഷം പാശുപതാർത്ഥം അർജുനന് കൊടുത്തു. അതാണ് ഈ വേടൻ എന്ന രൂപം. വേടൻ കർക്കിടകം 7 മുതലും ആടി കർക്കിടകം 16 മുതലുമാണ് വീടുകളിലെത്തുന്നത്. ആടിയും വേടനുമൊക്കെ പുതുതലമുറയ്ക്ക് കൗതുക കാഴ്ചയാണ്. എന്നാൽ മലബാറിലെ നാട്ടുവഴികളിൽ കർക്കിടക മാസമായാൽ ഇന്നും ഈ കുട്ടിത്തെയ്യങ്ങളും വിശ്വാസവും മാറ്റമില്ലാതെ തുടരുന്നു. ഒന്നും കുറയാതെ നിരനാഴി രണ്ടും വെക്ക ചോക്ക കറുക്ക നേർകൂട്ടുക വേടനാർക്ക് ചൂട്ടും കുരുസിയും വലഭാഗത്തൊഴിഞ്ഞു വെക്ക. റിപ്പോർട്ടർ കണ്ണൂർ.